Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. പുതിയതായി തുടങ്ങുന്ന സംരംഭങ്ങളുടെ എണ്ണം സംബന്ധിച്ച വാർത്തകൾ ധാരാളം. അതേസമയം ഉദ്യോഗസ്ഥരുടെ അതിക്രമം മൂലം അടച്ചുപൂട്ടേണ്ടി വരുന്ന സംരംഭങ്ങൾ സംബന്ധിച്ച വാർത്തകൾ വിരളം. കാഞ്ഞൂർ പള്ളിക്ക് സമീപം കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്ന വർഗീസ് ഫുഡ്സ് കാറ്ററിംഗ് എന്ന സ്ഥാപനത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തിയ താണ്ഡവം കാണാം. ഇവർ ഓഫീസർമാരെ പേര് ചോദിച്ചാൽ ഒരിക്കലും ഓഫീസർ പേര് പറയില്ല. CBI ഡയറക്ടർ കുറിപ്പിലെ ആ ബാക്ക്ഗ്രൗണ്ടോട് എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. എഡിറ്റ് ചെയ്യാൻ ഇവർക്ക് ആർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? അത് എൻ്റെ ഭാര്യയെ നിർത്തിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എൻ്റെ സ്ഥാപനം ഭാര്യയെ നിർത്തി എഡിറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 27 വർഷമായി കാഞ്ഞൂർ പള്ളിക്ക് സമീപം പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ ഉൽപാദന സംരംഭമാണ് വർഗീസ് ഫുഡ് കാറ്ററിംഗ്. കാഞ്ഞൂർ വെള്ളറയ്ക്കൽ വീട്ടിൽ ജോർജ് വർഗീസാണ് സ്ഥാപനത്തിന്റെ ഉടമ. കച്ചവടം എന്നതിനേക്കാൾ ഉപരി പാചക കലയോടുള്ള അഭിനിവേശം കൂടിയാണ് ജോർജിനെ ഈ രംഗത്തേക്ക് നയിച്ചത്. ഭക്ഷണം, പാചകം എന്നിവയുമായി ബന്ധപ്പെട്ട കോഴ്സുകളിൽ ഉയർന്ന വിദ്യാഭ്യാസവും ജോർജ് നേടിയിട്ടുണ്ട്. വർഗീസ് ഫുഡ്സ് കാറ്ററിംഗുമായി ഒരിക്കൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം സ്ഥാപനത്തെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാനുള്ളൂ. ഈ സ്ഥാപനത്തിൽ കയറിയാണ് കഴിഞ്ഞ ജനുവരി 16 ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ താണ്ഡവമാടിയത്. ഭക്ഷണശാലയിലേക്ക് ഇടിച്ചു കയറിയ ഉദ്യോഗസ്ഥർ യാതൊരു നിയമവും പാലിക്കാതെ അതിക്രമം നടത്തുകയായിരുന്നുവെന്ന് VV ജോർജ് പറയുന്നു. എൻ്റെ പേര് ജോർജ് എന്നാണ്. വർഗീസ് ഔട്ട്ഡോർ കാറ്ററിംഗിൻ്റെ ഓണറാണ്. ഇപ്പോൾ കാഞ്ഞൂർ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് മറ്റൊരു കാലിൽ, അതായത് കാഞ്ഞൂർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് പെരുന്നാൾ സംബന്ധമായ കളക്ടറുടെ ഓർഡർ പ്രകാരം ഒരു റെയ്ഡും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായി. പക്ഷേ അതിനകത്ത് ഞങ്ങൾ എതിരല്ല, ഈ റെയ്ഡോ കാര്യങ്ങളോ നടത്തുക, ഫുഡ് ചെക്ക് ചെയ്യുന്നതിന് എതിരല്ല. പക്ഷെ അവർ വന്നിട്ട് കാണിച്ച നാടകീയമായ ചില രംഗങ്ങളാണ് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാത്തത്. അവർ വന്നിട്ട് FSSA നിയമപ്രകാരം നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവർ കീറാണ് ആദ്യം വന്നിട്ട് കീറിയിട്ടാണ് ഇത് കാട്ടിക്കളയുന്നത്. ഇത് കീറിയിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനകത്ത് നേരെ സോപ്പ് ഓയിൽ ഒഴിച്ചു. സോപ്പ് ഓയിൽ നശിപ്പിക്കും. ഇവർക്ക് എന്താ അധികാരം സോപ്പ് ഓയിൽ വെച്ച് നശിക്കാൻ? ഇവർക്ക് ടെസ്റ്റ് ചെയ്യാൻ അധികാരമുള്ളൂ. ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കിട്ടുന്നതിന് മുന്നേ ഇത് നശിപ്പിക്കുകയാണ്. ശരിക്കും ഇതിനകത്ത് ഫുഡ് സേഫ്റ്റി നിയമം അനുസരിച്ച് വെച്ചാൽ നമുക്ക് 3 സെക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഒന്ന് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. ഈ 3 സെക്ഷനുകളിൽ എന്തൊരു കംപ്ലയിൻ്റ് ഇല്ല മാത്രമേ ഇവർക്ക് എടുത്ത് പരിശോധിക്കാം. അതിന് യാതൊരു വിരോധമില്ല. ഇത് അറിയില്ലാത്ത കുറേ കാറ്ററിംഗുകാർ ചെന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു. അതാണ് ഇതിനകത്ത് നിലവിൽ നടക്കുന്നത്. സോപ്പ് ഒരു കാരണവശാലും അവകാശം ഇവർക്കില്ല, നശിപ്പിക്കാനും അവകാശം ഇവർക്കില്ല. എൻ്റെ അടുത്ത് നിന്ന് കാണിച്ചപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനത് ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് FSSAനാണ് ഞങ്ങൾ അംഗീകരിക്കേണ്ടത്, ഹെൽത്തുകാരാണ് അനുസരിക്കേണ്ടത്? ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ഞാൻ ഇത് സംവാദം ഏർപ്പെടുകയും ആ മീറ്റിങ്ങിൽ ഞാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പറഞ്ഞത്, അനിൽകുമാർ സാറ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നിയമപരമായിട്ട് ഇവർക്ക് ഹെൽത്ത് നശിപ്പിക്കാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാഞ്ഞൂർ പെരുന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക പരിശോധന എന്ന പേരിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമം കാട്ടിയത്. പാചകം ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണവും പുറമെ സീൽ ചെയ്ത് വച്ചിരുന്ന ഭക്ഷണവും യാതൊരു പരിശോധനയും കൂടാതെ നശിപ്പിക്കുകയായിരുന്നു. ഭക്ഷ്യവസ്തുക്കളിൽ സോപ്പ് വെള്ളം തളിച്ച ശേഷമാണ് നശിപ്പിച്ചത്. 40,000 രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് ജോർജ് ചൂണ്ടിക്കാട്ടി. നേരെ വന്ന് എടുത്തിട്ട് അതിനുള്ള സീലിംഗ് ഫാനൊക്കെ ക്ലിയർ കളഞ്ഞുകൊണ്ട് ആ സാധനം എടുത്ത് സോപ്പ് ഓയിൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. 40,000 രൂപ നഷ്ടം ഞങ്ങൾക്കുണ്ട്. ഇത് ആരോട് ചോദിച്ചാൽ ഇവർ ചോദിക്കാൻ പറയും പഴയതാണ്. FSSA പറയുന്നത് വെച്ചാൽ ഈ സാധനം സൂക്ഷിക്കേണ്ടത്, കുക്ക് ചെയ്ത സാധനം സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ്. ഹെൽത്തുകാരൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഇവർ ചെയ്ത നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് തെറ്റാണെന്നുള്ളത് ഫുഡ് സേഫ്റ്റി ഓഫീസർ തന്നെ അനിൽകുമാർ സാറിന് തന്നെ ഞങ്ങളുടെ KHRM മീറ്റിംഗിൽ തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിൽ നടന്ന പരിശോധനാ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി എഡിറ്റ് ചെയ്ത് സിനിമാ പശ്ചാത്തല സംഗീതവും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്.
വീഡിയോയിലെ ചില ദൃശ്യങ്ങൾ വർഗീസ് ഫുഡ്സ് കാറ്ററിംഗിലേതല്ല. തന്റെ ഭാര്യയുടെ ദൃശ്യവും വീഡിയോയിൽ ചേർത്തിരിക്കുകയാണെന്നും ഇവയ്ക്കെല്ലാം എതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജോർജ് വ്യക്തമാക്കി. ഇവർ ഓഫീസർമാരുടെ പേര് ചോദിച്ചാൽ ഒരിക്കലും ഓഫീസറുടെ പേര് പറയില്ല. അപ്പോൾ അതിനകത്ത് വിഷ്വലിൽ ഞങ്ങൾക്ക് കിട്ടിയ വിഷ്വലിൽ ഇവരെ ആരെന്തെന്ന് അറിയില്ലോ, ഓരോരുത്തരെ കാണിച്ചു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ ഓരോരുത്തരുടെ പേരുകൾ പറഞ്ഞതിന്. ഈ CBI ഡയറക്ടർ കുറിപ്പിലെ ആ ബാക്ക്ഗ്രൗണ്ടോട് എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. എഡിറ്റ് ചെയ്യാൻ ഇവർക്ക് ആർക്ക് അവകാശം കൊടുത്തിരിക്കുന്നത്? അത് എൻ്റെ ഭാര്യയെ നിർത്തിയിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത്, എൻ്റെ സ്റ്റാഫിനും ഭാര്യയെ നിർത്തി എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവർക്കൊരു അവകാശമില്ല. ഇവർക്ക് അത് മൗലികാവകാശം ഇവർ ചോദ്യം ചെയ്യുകയാണ്. ഒരു വനിതയെ പരസ്യമായിട്ട് അവർ അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, ഇവർ വന്നിട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്? എൻ്റെ വീട്ടിൽ വാഴക്കൃഷിയൊന്നുമില്ല, വേറൊരു സ്ഥലത്തൂടെ ആടിയായിട്ടാണ് സംഭവം ഇവർ ഇട്ടിരിക്കുന്നത്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ പെരുമ്പാവൂർ മേഖലാ പ്രസിഡന്റ് കൂടിയാണ് VV ജോർജ്. വർഗീസ് ഫുഡ്സ് കാറ്ററിംഗിന് നേരെയുണ്ടായ ഉദ്യോഗസ്ഥ അതിക്രമത്തിൽ AKCAയും പ്രതിഷേധിച്ചു. കാറ്ററിംഗ് മേഖലയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും നടന്നു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമാണ് വർഗീസ് ഫുഡ്സ് കാറ്ററിംഗിൽ നടന്ന അതിക്രമമെന്നും അസോസിയേഷൻ സെക്രട്ടറി TI സന്തോഷ്, ട്രഷറർ AY സാജു, രക്ഷാധികാരി റെന്നി ചെറിയാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അസോസിയേഷൻ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വയനാട് ദുരന്തമുണ്ടായ ആ സമയം മുതൽ ആ ക്യാമ്പ് അവസാനിക്കുന്ന സമയം വരെയും അവിടെ കമ്മ്യൂണിറ്റി കിച്ചണിൽ കൂടി ഭക്ഷണം കൊടുക്കുകയും തന്നെയുമല്ല ഒട്ടേറെ അനാഥാലയങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം, ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് കാറ്ററിംഗ് മേഖല വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഒരു ഭാഗത്ത് ഒരു ലൈസൻസ് പോലും ഇല്ലാത്ത, ഒരു അംഗീകാരമില്ലാത്ത കാറ്ററിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു. മറുവശത്ത് ഞങ്ങളെ പോലെയുള്ള നിയമാനുസൃതമായ എല്ലാ ലൈസൻസും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അംഗീകരിച്ചുള്ള മുഴുവൻ നിയമങ്ങളും നടപ്പിലാക്കിക്കൊണ്ടാണ്, എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ആ അവസരത്തിലാണ് ഈ കഴിഞ്ഞ ജനുവരി മാസം 16 തീയതി കാഞ്ഞൂരുള്ള ഞങ്ങളുടെ മേഖലയുടെ പ്രസിഡന്റ് ശ്രീ VV ജോർജിന്റെ വർഗീസ് ആൻഡ് ഔട്ട്ഡോർ കാറ്ററിംഗ് യൂണിറ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് റെയ്ഡ് നടത്തുകയാണ്. നമുക്കറിയാം, റെയ്ഡ് നടക്കുന്ന സമയത്ത് ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ വരാതെ, അവരുടെ സാന്നിധ്യമില്ലാതെ റെയ്ഡ് നടത്താൻ പാടില്ല എന്നാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇവിടെ ചില വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഈ കാഞ്ഞൂർ പള്ളി പെരുന്നാൾ എന്ന ഒരു മുഖവരയോടുകൂടി ഇവിടെ പല സ്ഥലത്തും നടത്തിയ റെയ്ഡിന്റെ ഭാഗമായിട്ട് ഒരു നാടകം ജോർജിന്റെ കാറ്ററിംഗ് യൂണിറ്റിൽ നടക്കുകയുണ്ടായി. അവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണങ്ങളൊക്കെ നോക്കി പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ പരിശോധിക്കുകയല്ല, സോപ്പ് ലായനി ഒഴിച്ച് അത് മോശപ്പെടുത്തി കളഞ്ഞതിന് ശേഷം ഇത് വീഡിയോ പകർത്തി എന്ന് പറഞ്ഞാൽ ഈ CBI ഡയറക്ടർ കുറിപ്പിലെ ഈ ട്യൂൺ മാതിരി ഒക്കെ എഡിറ്റ് ചെയ്ത വീഡിയോകളാണ് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തികച്ചും ഒരു കാരണവശാലും ഒരു സ്ഥലത്തും ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അവരുടെ സാന്നിധ്യമില്ലാതെ നടക്കാൻ പാടില്ലാത്ത റെയ്ഡ് ഇവിടെ ചില ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ള ചില ആളുകളുടെ തോന്നിവാസത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ ഈ അസോസിയേഷനുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ഇവിടെ വെറുതെ ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് അവസാനിപ്പിച്ചു പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിത് ശക്തമായ നിയമ നടപടികളുമായി കോടതിയും എല്ലാ നിയമവഴികളുമായിട്ട് പോകാൻ, അതിന് അനുസൃതമായ രീതിയിൽ അസോസിയേഷന്റെ ഉള്ള സംഘടനാ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി നീങ്ങാനാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MB ചാക്കോ ജ്വല്ലറിന്ന്.
70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.